വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ അപ്പോൾ നമ്മൾ കുറേ ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇപ്പോൾ ഒരു വീഡിയോ ഇടുന്നത്. ഏകദേശം ഒരു മാസത്തോളം കൂടുതലായിരുന്നു തോന്നുന്നു വീഡിയോ ഇട്ടിട്ട്. നമ്മളിവിടെ ഇല്ലായിരുന്നു, വേറെ സ്ഥലത്ത്. അതിൻ്റെ പേര് വീഡിയോ എല്ലാം കുറച്ച് വൈകിപ്പോയി. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ചെറിയ വ്ളോഗ് പോലെ ആക്കാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം വലിയ കണ്ടൻറ് ഇല്ലാത്ത ഒരു സാഹചര്യമായിരുന്നു. അപ്പോൾ നമ്മൾ കുറേ നാളായി വീഡിയോയിട്ടുണ്ട്. നമ്മൾ സബ്സ്ക്രൈബേഴ്സ് സങ്കടമാവും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ സബ്സ്ക്രൈബേഴ്സൊക്കെ എന്ത് വിചാരിക്കുന്ന രീതിയിലായിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ആദ്യം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ ആദ്യമായിട്ട് എൻ്റെ ചാനലിലിട്ട വീഡിയോ നമ്മുടെ ഗപ്പീസിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഗപ്പീസ് എന്ന് പറയുമ്പോൾ ഞാൻ ഒരു 3 മാസത്തിന് മുന്നെയാണ് ഞാൻ ആദ്യമായിട്ട് ഗപ്പീസിനെ വാങ്ങിയത്. അത് 11 11 നമ്മൾ കുറഞ്ഞ നോർമൽ ഗപ്പീസിനെയാണ് നമ്മൾ വാങ്ങിയിരുന്നത്. അപ്പം അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളൊക്കെ പറഞ്ഞായിരുന്നു ഇതിനെ വളരെ തോറും. അപ്പം നിങ്ങൾക്ക് അറിയാം ആദ്യം എൻ്റെ എത്രത്തോളം ഗപ്പീസ് ഉണ്ടായിരുന്നു. ഇപ്പം നിങ്ങൾക്ക് ആ കുഞ്ഞായിരുന്ന ഗപ്പീസിനെ ഇപ്പം ഞാൻ കാണിച്ചു തരാം. ഇതായിരുന്നു കേട്ടോ, നമ്മൾ കാണിച്ച കുഞ്ഞായിരുന്ന ഗപ്പീസ്. ഇതും ഈ പോകുന്നതൊക്കെയാണ്. അപ്പോൾ ഇതായിരുന്നു അന്ന് നമ്മൾ ആ ഒരു വീഡിയോ കാണിച്ചിരുന്ന കുഞ്ഞ് ഗപ്പീസ് ഇവരൊക്കെയാണ്. പിന്നെ 1-2 ഡെഡായി. ഇത് ബാക്കിയുള്ളതാണ്. അതുപോലെ തന്നെ ഇതിൽ നിന്ന് നമുക്ക് ഇഷ്ടം പോലെ കുഞ്ഞുങ്ങളെ 100ഓളം കുഞ്ഞുങ്ങളെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. ഇവർ 4-5ഓളം ഫീമെയിൽ ആയതിൻ്റെ പേര് നമുക്ക് അധികം കുഞ്ഞുങ്ങളെ കിട്ടുന്നത്. ഇപ്പോഴും ഇതിൽ ബ്രീഡായിട്ടുള്ള ഗപ്പീസ് ഉണ്ട്. നമ്മൾ മാറ്റിയൊന്നും ഇട്ടിട്ടില്ല കേട്ടോ, ബ്രീഡായ ഗപ്പീസ് മാറ്റിയൊന്നും ഇട്ടിട്ടില്ല. ഈ ഒരു ഇടയ്ക്കിടയ്ക്ക് കയറി പോകണം അവർ. അപ്പോൾ നമ്മൾ ഇതിലാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു വേറെ, അതായത് ഇതിൻ്റെ കുഞ്ഞാണ് ഇത്. അല്ലാതെ വേറെ കുഞ്ഞിനെ നമുക്ക് കിട്ടിയതാണ്. ഇതിനൊക്കെ കളറൊന്നും വേണ്ട. ഇതിപ്പം ഉണ്ടല്ലേ. അപ്പം ഇതിൽ നിന്ന് കിട്ടിയ കുഞ്ഞുങ്ങളെ ഞാൻ നമുക്ക് കാണിച്ചു തരാം. നല്ല സേഫ്റ്റി ആയിട്ട് ഇങ്ങനെയൊക്കെ വെച്ചിരിക്കുന്നതാണ്. അപ്പം അല്ല വീഡിയോയിൽ എത്രത്തോളം വ്യക്തമാണെന്നൊന്നും അറിയില്ല. ഇതിൽ കാണുന്ന എത്രയും നമുക്ക് ഈ ഗപ്പീസിൽ നിന്ന് കിട്ടിയ കുട്ടികളാണ്. ഉണ്ടല്ലേ. ഇതിൽ ഇപ്പോൾ ഒരു 60-70ഓളം കുഞ്ഞുങ്ങളുണ്ട്. ബാക്കിയൊക്കെ നമ്മൾ കുഞ്ഞുങ്ങളെ കൊടുത്തു. അപ്പം ഇതാണ്. ഇതിൽ വലുതായതും ഉണ്ട് കേട്ടോ, വലുതായി വന്നതും ഉണ്ട്. ആദ്യത്തെ ഗപ്പിയുണ്ട്. അതാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ഉണ്ടല്ലേ. ഓക്കെ. അപ്പോൾ നമ്മൾ 2 നേരമായിട്ട് ഫീഡിട്ട് കൊടുക്കുന്നു. ഒന്ന് രാവിലെ വൈകിട്ടായിട്ട് ഇട്ട് കൊടുക്കും. ഇതൊരു വേറെ ഗപ്പി. ഇത്രയാണ് ഗപ്പീസിൻ്റെ വിശേഷം. ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം ഞാനിന്ന് വീഡിയോ ഇടാൻ നിങ്ങൾ എത്രത്തോളം ഇതിനെ കാണുമെന്ന് എനിക്കറിയില്ലെങ്കിലും ഞാൻ കുറേ നാളെ വീഡിയോ ഇട്ടിട്ട് എന്നൊരു ഇതിൽ ഇട്ടെന്നേ ഉള്ളൂ. ഇതിന് വലിയ പ്രത്യേകതയുള്ള വീഡിയോ ഒന്നുമില്ല. കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ലിങ്ക് സ്കിപ്പ് ചെയ്ത് പോകാമെന്നേ ഉള്ളൂ. അപ്പം ഞാൻ വീഡിയോ കൂടുതൽ പറഞ്ഞ ലെങ്തി ആക്കുന്നില്ല. പിന്നെ നമ്മൾ ഒരു വട്ടം നമ്മളൊരു വീഡിയോ എടുത്തായിരുന്നു, ചെടിയൊക്കെ നട്ടിട്ടുള്ളൊരു വ്ളോഗിൻ്റെ ഒരു വീഡിയോ ആയിരുന്നു. അത് നമ്മൾ എടുത്തായിരുന്നു. പക്ഷെ അത് നമ്മൾ അപ്ലോഡ് ചെയ്ത് എഡിറ്റ് ചെയ്യാൻ നോക്കിയ സമയത്തായിരുന്നു നമുക്കത് എങ്ങനെയോ അത് ഡിലീറ്റായി പോയി. അതിൻ്റെ പേരിൽ നമുക്ക് ആ ഒരു വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറേ വീഡിയോസ് വരുന്നുണ്ട്. അതൊക്കെ ഇനി വരും, ദിനങ്ങളെ ഇടും. അപ്പോൾ നിങ്ങളെല്ലാവരും അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ. നമുക്ക് ഇനി വലിയ ഇതൊന്നുമില്ല. വ്ളോഗ് എന്ന് പറയുമ്പോൾ വലിയ ഇതൊന്നുമില്ല. എൻ്റെ കുറച്ച് ചെടികളുണ്ട്, ഞാൻ നട്ട കുറച്ച് ചെടികളുണ്ട്. അതൊക്കെ ഒന്ന് കാണിച്ചു തരാം എനിക്ക്. പിന്നെ എൻ്റെ വീടൊക്കെ ഒന്ന് നമുക്ക് കാണിക്കണമെന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. പിന്നെ ആട്ടിൻകുട്ടികളുണ്ട്, അതൊക്കെ നമ്മൾ കാണിക്കുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമല്ല. നമുക്ക് നേരെ ചെടിയിലോട്ട് പോകാം. ഇതാണ് കേട്ടോ നമ്മുടെ ഒരു 10 മണി ഗാർഡനാണ് ഈ കാണുന്നത്. ഇതാണ് നമ്മൾ ഫസ്റ്റ് 10 മണി വരെ. ഇപ്പം അത് വലുതായിട്ട് നോക്കാറില്ല. ഇതിന് വലുത് വേറെ ഒന്നുണ്ട്. പിന്നെ ഞാൻ പറയുമ്പോൾ എൻ്റെ എനിക്ക് പനിയാണ്, എൻ്റെ പേരിൽ തന്നെ തൊണ്ട അടിച്ചിരിക്കുകയാണ്. ശബ്ദത്തിന് കുറച്ച് വ്യത്യാസമാണ്, ക്ഷമിക്കുക. നമുക്ക് 10 മണി അടുത്തോട്ട് പോകാം. അല്ലേ, ഇത് നമ്മുടെ ആട് ചവിട്ടി ഓടിച്ച 2-3 10 മണികൾ ഇതിനകത്ത് ഇത്രയായിട്ട് കിട്ടിയിട്ടുണ്ട്. ദിവസം 40 പൂ വരെ ഇതിനകത്ത് വരും. കാരണം 10 മണി വെയിലാണ്, ഉച്ച സമയം ഷൂട്ട് ചെയ്യും. ഇതും നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു ഇതാണ്. ഏതൊക്കെയാണ് നമ്മുടെ 10 മണിയൊക്കെ കുപ്പിയും വറുത്തൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് വീടിൻ്റെ ഫ്രണ്ട് ഭാഗം കേട്ടോ. ഇതൊക്കെ നമ്മുടെ വെജിറ്റബിൾ ക്യാബേജാണ് കേട്ടോ. തക്കാളി, മുളക് അങ്ങനെയുള്ള കുറേ വെജിറ്റബിളാണ്. ഇതൊക്കെ നമ്മുടെ അമ്മയുടെ പണിയാണ്. നമ്മൾ ചുമക്കൊക്കെ കഴിക്കുന്ന ആടുകളുടെ ഇതാണ്. ആ കുട്ടനാണ് ഈ കാണുന്നത്. പിന്നെ നമ്മൾ ഇതിൽ കോഴിയുണ്ട്, ആടുണ്ട്, പിന്നെ നമ്മുടെ ഗപ്പികളുണ്ട്, പിന്നെ
ഉണ്ട്. പിന്നെ നമ്മൾ എടുക്കാൻ നിങ്ങൾ എത്രത്തോളം ഇതാക്കുമെന്ന് ഞാൻ നിന്റെ പറഞ്ഞില്ല, ഞാൻ വെറുതെ ലെങ്തി ആക്കുന്നില്ല. പിന്നെ അടുത്ത വീഡിയോ നല്ല വീഡിയോ ആയിട്ട് വരാം. എന്തെങ്കിലും കണ്ടിട്ട് ഞാൻ കണ്ടൊരു അടിപൊളി വീഡിയോ ആയിരിക്കും. പിന്നെ നമ്മൾ ലീഫ് ബോട്ടിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ചാനലിന് കൂടുതൽ വ്യൂസ് ഉള്ളത് ആ ഒരു വീഡിയോ കാണാം. അപ്പോൾ ആ വീഡിയോ നമ്മൾ വീണ്ടും റീക്രിയേറ്റ് ചെയ്യാണ്. സോറി, നമ്മൾ ആ വീഡിയോ വീണ്ടും റീക്രിയേറ്റ് ചെയ്യുന്നു. അതായത് അടുത്ത വീഡിയോ നമ്മളെ ലീഫ് ബോട്ടിൻ്റെ വീഡിയോ ആണ്. കുറച്ചും കൂടി ഒന്ന് ഉയർത്തിയിട്ട് വേറൊരു രീതിയിൽ നമ്മൾ ചെയ്ത് നോക്കുന്നുണ്ട്. അതായത് വേറൊരു എക്സ്പെരിമെൻ്റ്, അതായത് നമ്മുടെ ലീഫ് ബോട്ട് നമുക്ക് വീഡിയോ ഇട്ടതിൻ്റെ ഒരു ഇച്ചിരി കൂടെ വലുതാക്കി ഇച്ചിരി കൂടെ റീച്ചായിട്ട് നമ്മൾ ഒന്നും കൂടെ റീക്രിയേറ്റ് ചെയ്ത് എക്സ്പെരിമെൻ്റ് ആവണം. അപ്പോൾ ആ വീഡിയോ അടുത്തത് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വ്ളോഗ് ഇടണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ കാണുന്നത് വൈൻഡപ്പ് ചെയ്യാൻ സമയമായോ? നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. വലിയ റീസൊന്നുമില്ല, കുറച്ച് കാര്യങ്ങൾ പറയണമെന്നുണ്ടായിരുന്നു, അതിനായിട്ട് ഞാൻ വന്നതേ ഉള്ളൂ. അല്ലാതെ ടെക് വീഡിയോസോ കാര്യങ്ങളൊന്നുമല്ല. നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയണമെന്നുണ്ടായിരുന്നു, അത് പറയാൻ വേണ്ടി ഒരു വീഡിയോ എടുത്തു. ഇത്രയേ ഉള്ളൂ. ഓക്കെ, നമുക്കുള്ള വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. വേറെ ഒന്നുമില്ല. ഓക്കെ, അപ്പം 3 ദിവസം കഴിയുമ്പോൾ വീഡിയോ വരുന്നേക്കാം. ബോട്ട്, അതായത് ലീഫ് ബോട്ടിൻ്റെ വീഡിയോ റീക്രിയേറ്റിംഗ് ആയിട്ട് അടുത്ത വീഡിയോ വരുന്നതാണ്. അപ്പോൾ എല്ലാവരും അതിനെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ കുറച്ച് അലമ്പായിരുന്നു എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു അപ്ലോഡ് ചെയ്യാൻ. കാരണം ഞാൻ പറഞ്ഞില്ലല്ലോ, കുറച്ച് കാര്യങ്ങൾ പറയണമെന്നുണ്ടായിരുന്നു. അങ്ങനെയാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടുന്ന ഡിസ്ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ഷെയർ ചെയ്യുക, താഴെ കമൻറ്റ് ചെയ്യുക. അവിടെ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം ഇറ്റ്സ് മീ സഭ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ സൈനിങ് ആണ്.